ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് പുതുതായിട്ട് മേടിച്ചുള്ള കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ആണ്. ഇത് വന്നിട്ട് ഒരു കോമ്പാക്ട് പൗഡർ ആണ്. നമ്മുടെ മെബലൈൻ ന്യൂയോർക്കിന്റെ സൂപ്പർ സ്റ്റേ അപ് ടു 30 hour ഫ്ലെക്സ് പൗഡർ ഫൗണ്ടേഷൻ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ രണ്ട് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. വൺ സൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കോമ്പാക്ട് അവിടെ കാണാം കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ എന്റെ ഒരു സ്കിൻ ടോൺ നോക്കി സെലക്ട് ചെയ്തത് 220 എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ അത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. കറക്റ്റാണ്, എന്റെ സ്കിന്നുമായിട്ട് ഫേസുമായിട്ട് കറക്റ്റാണ് കേട്ടോ. അതാണ് എന്റെ ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് മിററും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു സ്പോഞ്ചും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ അപ്പൊ നമുക്ക് നോക്കിയിട്ട് അപ്പുറം നോക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരാളുടെ എളുപ്പമാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ അടുത്ത് വന്നിട്ട് ഇതും മെബലൈൻ്റെ തന്നെ ഈ ഒരു സെയിം റേഞ്ചിൽ വരുന്നതാണ്. മെബലൈൻ ന്യൂയോർക്ക് അപ് ടു സെയിം 30 hour ലൂമി മാറ്റ് ഫൗണ്ടേഷൻ ആണ്. ഇതിൽ SPF 60 വരുന്നുണ്ട്, അതേപോലെ തന്നെ 220. രണ്ടിലും ഞാൻ സെയിം ഷെയ്ഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 220 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ചെറുതാണ് കേട്ടോ. ഞാൻ ഫൗണ്ടേഷൻ ഇങ്ങനത്തെ ചെറുതാണ് കൂടുതൽ മേടിക്കാറുള്ളത്. കാരണം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാറില്ല. ഞാൻ ഫൗണ്ടേഷൻ ആണെങ്കിൽ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഫംഗ്ഷന് മാത്രമേ. അപ്പൊ വലിയ ബോട്ടിലൊക്കെ വെച്ചാൽ പിന്നെ അത് അതിന്റെ എക്സ്പയറി ഒക്കെ ആയി പോകും. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെറുത് വെച്ചാൽ പിന്നെ നമുക്ക് ഇങ്ങനെ വലിയ നഷ്ടം വരാനില്ല. അപ്പൊ ഇതിന്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം കവറേജ് ചെയ്തൊരു ഫൗണ്ടേഷൻ ആണ്. ചെറുത് മിനി ഫൗണ്ടേഷൻ ആണ്. ഇത് വന്നിട്ട് വാട്ടർ പ്രൂഫ് ആണ്, അതേപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, സ്വെറ്റ് പ്രൂഫ് ആണ്. പിന്നെ SPF വരുന്നുണ്ട്. നമുക്കൊരു സോഫ്റ്റ് മാറ്റ് ലുക്ക് ആയിരിക്കും കേട്ടോ. ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഒരു വെയിറ്റ്ലെസ് ഫീൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് കാണുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. കുറച്ചൊരു എന്താ പറയാ, നമ്മൾ എന്തായാലും ഈ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ലിപ് ലൈനർ വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് വന്നിട്ട് മെബലൈൻ ന്യൂയോർക്കിൻ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്ക് ഒരു ലിപ്സ്റ്റിക് ആണ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സിൽ അങ്ങനെ നിൽക്കുന്ന ലിപ്സ്റ്റിക് ആണ്. ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതേപോലൊരു ഷെയ്ഡാണ് കേട്ടോ ആയിരിക്കും. ഷെയ്ഡൊക്കെ അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഒരു ഡാർക്ക് ആയിട്ട് ലിപ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു ലിപ്സ്റ്റിക് ആണ്. നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഈ ഒരു ഗ്യൂമി മോക്ക എന്നുള്ള ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ആണ്. ഇതിനും ഏകദേശം ഈ ഒരു ഷെയ്ഡാണ്. പക്ഷെ ഇത്ര അങ്ങോട്ട് ന്യൂഡ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നേരത്തെ കാണിച്ചതിനേക്കാളും ചെറിയൊരു കളർ ടോണിൽ മാറ്റം വരുന്നുണ്ട്. ഇത് പിന്നെ നമുക്ക് ലിപ് ലൈനർ ഇല്ലാണ്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ ഒരു വേറൊരു ടോണിലേക്ക് വരുന്നുണ്ട്. നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. അത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് കൂടെയാണ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞേ, നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടാണെങ്കിൽ അതിന് മുൻപ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിന്റെ ബോൾഡ് മാറ്റ് ലിപ് ലൈനർ ആണ്. ഇതൊരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്തിട്ട് ഇടാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് വരുന്നത്. പിന്നെ മേടിച്ചിട്ടുള്ളത് ഒരു ജെൽ നമ്മുടെ പെൻ ഐലൈനർ ആണ്. ഇത് സ്വിസ് ബ്യൂട്ടിന്റെ തന്നെ ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഗോൾഡ് ഫെറ്റ് ടിപ്പ് ഐലൈനർ ആണിത്. ഇതേപോലെ നല്ല ഷാർപ്പ് ആയിട്ടുള്ള ടിപ്പ് ആയിരിക്കും വരും. അപ്പൊ നല്ല ഡിഫൈൻ ചെയ്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. ചിലപ്പോൾ നമുക്ക് കുറെ പേർക്കുള്ള പരിഭവമാണ് ഐലൈനർ ഇങ്ങനെ പിടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയാന്നല്ല. പക്ഷെ നമ്മൾ ഇന്നത്തെ ട്രൈ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കണ്ണെഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം അങ്ങനെ നല്ല ആ ഒരു വാലൊക്കെ ഇട്ടിട്ടില്ല. അപ്പൊ അതിനൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ഏതെങ്കിലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. ബൈ.